അഗ്നിക്ക് അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ പെണ്ണിനെ നെഞ്ചിലേക്കിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും ചോദിച്ചപ്പോൾ തന്നെ അവൾ തനിക്ക് നീട്ടിയ ഫോട്ടോ ഫ്രെയിമിൽ താൻ കണ്ടിരുന്ന അവളുടെ കൂടെ ചേർന്ന് നിന്ന് തോളിലൂടെ കൈയിട്ട് നിൽക്കുന്ന അവനെ. പക്ഷേ അപ്പോഴും ഏട്ടനാവുമെന്ന് കരുതിയില്ല. എന്തൊക്കെയോ ഇനിയും അറിയാനുള്ളതുപോലെ എന്ന് അഗ്നി മനസ്സിൽ കരുതിയിരുന്നു. സാറിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ശരിക്കും അവരുടെ സ്വന്തം അനുജത്തിയല്ല. ഞാൻ ബാക്കി പറയാൻ കഴിയാതെ വിതുമ്പുന്ന അവളെ കണ്ടതും അഗ്നിക്ക് പാവം തോന്നി. ശിവ, പറയണ്ട, എനിക്കറിയാം എന്ന് അഗ്നി പറഞ്ഞതും പാറു അവനെ അത്ഭുതത്തോടെ നോക്കി. കണാരേട്ടൻ പറഞ്ഞു തന്നു, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഇഫ് യു ആർ യു ഓക്കെ, താൻ പറയൂ എന്ന് അഗ്നി ചോദിച്ചതും അവൾ അതേ എന്ന നിലയിൽ തലയാട്ടി. എന്തോ അഗ്നിക്ക് അവളുടെ പ്രവൃത്തികൾ കുഞ്ഞു കുട്ടികളെ പോലെ തോന്നി. അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി. അന്ന് നിനക്ക് എന്ത് പറ്റിയിട്ടാണ് നീ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നടന്നത്? ആരെയായിരുന്നു നീ ഭയന്നത്? നീ എന്തിനാണ് നന്ദിനിയുടെ വീട്ടിൽ നിൽക്കുന്നത് എന്നവൻ ഓരോരോ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് അവനുള്ള പിടുത്തം മുറുക്കിയിരുന്നു. അതിൽ നിന്ന് തന്നെ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം അഗ്നിക്ക് മനസ്സിലായിരുന്നു. ശിവ മോളെ, നീ ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അന്ന് ഞാൻ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ കണാരേട്ടൻ വീട്ടിലില്ലായിരുന്നു. നന്ദുവും ശാരദേച്ചിയും അവിടെ സംസാരിച്ച് നിന്നപ്പോൾ ചേച്ചി ഞാനിപ്പോൾ വരാവേ, ഏട്ടൻ എനിക്കിന്ന് ചോക്ലേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ ഏട്ടൻ വന്നോ എന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം പെണ്ണേ, നന്ദു പറഞ്ഞു. തരാം, ഞാൻ ആദ്യം പോയി ഏട്ടൻ വന്നോ എന്ന് നോക്കട്ടെ. ശരി, പോയിട്ട് വേഗം വരണേ. രണ്ടാൾക്കും എക്സാം ഇങ്ങനെ അടുത്തു, പഠിക്കാനുള്ളതല്ലേ. വേഗം വരാ ചേച്ചി. നന്ദു, നീ വരുന്നുണ്ടോ? ഇല്ലടി, എനിക്കിന്ന് എന്തോ ക്ഷീണം. അത് നിനക്കെന്നാ ക്ഷീണമില്ലാത്ത എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ചേച്ചി കിടന്ന് കാറാതടി, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നും പറഞ്ഞു ശ്രാവണി അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ എന്ന് പാറു പറഞ്ഞു. കളിയാക്കതടി കൊച്ചേ, ഞാൻ ഏട്ടൻ്റെ കൂടെ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഒന്ന് വേണ്ട ചേച്ചി പോയി വാ. ശ്രാവണേട്ടനില്ലേ? ഉണ്ട്, കുറച്ചു മുമ്പാ വന്നത്. കുളിക്കാനെന്ന് തോന്നുന്നു. ഈ ഇടിയായി ചെറുക്കന് ഊരുതണ്ടൻ കുറച്ച് കൂടുതലാ. മതി എൻ്റെ ഏട്ടനെ കുറ്റം പിടിച്ചത്. ചേച്ചി ഇറങ്ങാൻ നോക്ക്, ശേഖരേട്ടൻ ടൗണിൽ വെയിറ്റ് ചെയ്ത് മുഷിയും. എന്നാ ഞാൻ പോട്ടെ മോളെ. പിന്നെ അവനോട് ഭക്ഷണം കഴിക്കാൻ പറയണേ. ഞാൻ എല്ലാം മേശയിൽ അടുക്കി വെച്ചിട്ടുണ്ട്, മറക്കല്ലേ കേട്ടോ. ശരി ചേച്ചി, പോയി വാ എന്നും പറഞ്ഞ് പാറു അവളെ യാത്രയാക്കി. ശ്രാവണി പോയി എന്ന് കണ്ടതും അവൾ ഉള്ളിലേക്ക് കയറി. ഏട്ടാ പാറുട്ടി മോളെ, ഞാൻ കുളിക്കുവാ, നീ വെയിറ്റ് ചെയ്യേ. ഫ്രഷ് ആകുന്നതിനിടയിൽ ശ്രാവൺ വിളിച്ചു പറഞ്ഞു. ശരി, വേഗം വാ എന്ന് പറഞ്ഞ് പാറു അവൻ്റെ റൂമിലൊന്ന് കണ്ണോടിച്ചു. വലിയ റൂമാ, പക്ഷേ ഒരു വൃത്തിയും ഇല്ല എന്ന് പറഞ്ഞ് റൂമാകെ ഒന്ന് കണ്ണോടിച്ചതും അവളുടെ കണ്ണിൽ അവൻ്റെ ഫോൺ ഉടക്കി. ഹായ് ഫോൺ, എന്തേ ഇന്ന് ഏട്ടൻ അത് കൊണ്ടുപോയില്ല? അല്ലെങ്കിൽ നീരാട്ടിന് പോകുമ്പോഴും പുത്രൻ ഇത് കൊണ്ടുപോകുന്നതാണല്ലോ. ഇന്നെന്ത് പറ്റി എന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് കയ്യിലെടുത്തു. ചോദിക്കുമ്പോൾ തരാൻ എന്താ ഡിമാൻഡ്? ഇനി ഏട്ടൻ വരുന്നത് വരെ കളിക്കാം എന്നും പറഞ്ഞ് അവൾ അതിൻ്റെ ലോക്ക് തുറക്കാൻ ശ്രമിച്ചു. ഹായ്, തുറന്നേ. പിന്നെ പാറു എന്നാ സുമ്മാവാ? എന്നാ ഞാനിത് ഏട്ടൻ കാണാതെ പഠിച്ചതാ. എൻ്റെ അടുത്താ ലോക്ക് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് അവൾ അതെടുത്ത് ഓപ്പൺ ചെയ്ത് കളിക്കാനായി തുടങ്ങി. പെട്ടെന്നാണ് അതിലേക്കൊരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തതും അവൾക്ക് ദേഹം കുഴയുന്നത് പോലെ തോന്നി. അവൾ ഒരു ആശ്രയത്തിനെന്ന വണ്ണം മേശമേൽ ചാരി നിന്നു. അതിലെ ഓരോ ദൃശ്യങ്ങൾ കാണുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിലേക്ക് ഇറ്റു വീണ് കാഴ്ചയെ മറച്ചിരുന്നു. അവൾ ആ ഫോൾഡറിലുള്ള വീഡിയോസുകളും ഫോട്ടോസുകളും ചെക്ക് ചെയ്തു. അതെ, അത് മുഴുവൻ ഇതുപോലെയുള്ളവ തന്നെ. അവൾക്ക് പേടി കാരണം ശബ്ദം പുറത്തു വരാതെയായി. അവൾ ഫോൺ അവിടെ തന്നെ വെച്ച് പോകാൻ വേണ്ടി തിരിഞ്ഞതും കണ്ടു അവിടെ ഡോറ് ലോക്ക് ചെയ്ത് നിൽക്കുന്ന ശ്രാവണിനെ. അവൻ അവളെയും ഫോണിനെയും മാറി മാറി നോക്കി. ഏട്ടൻ്റെ കുഞ്ഞ് എല്ലാം കണ്ടല്ലേ? എന്ത്? ഞാനൊന്നും കണ്ടില്ല, അവൾ പേടിയോടെ അവനോടായി പറഞ്ഞു. ഏട്ടൻ്റെ പാറു കള്ളം പറയാൻ ശ്രമിക്കുകയാണോ? പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ മോൾ അത് കണ്ടത് ഏട്ടൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു ശ്രാവൺ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. വേണ്ട, എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഇല്ല പാറു, നീ പറയില്ല. ഞാൻ പറയും. ഇല്ല, നീ പറയില്ല. ഇല്ല, ഞാൻ പറയും എന്നവൾ തൻ്റെ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറി. അപ്പോൾ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ ഫോണ് പാറുവിൻ്റെ നേർക്ക് നീട്ടി. അതിലെ ദൃശ്യം കണ്ടതും പാറുവിന് തൻ്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി. അവൾ നിലത്തേക്ക് ഊർന്നു പോയിരുന്നു.
ദേ ഇത് കണ്ടോ, നിന്റെ നന്ദു കുളിക്കുന്ന സീനാണ്. നിന്റെയും ഉണ്ട്, അത് പിന്നെ നീ കണ്ടു കാണുമല്ലോ അല്ലേ? പറയാതിരിക്കാൻ വയ്യ. അവളിലാറെ എന്നെ മോഹിപ്പിച്ചത് നിന്റെ ഈ വടിവത്ത ശരീരമാണ്. പറയാതിരിക്കാൻ വയ്യ, ഒരു അപ്സരസ് എന്നവൻ പറഞ്ഞതും അവൾക്ക് അവളോട് തന്നെ അറപ്പ് തോന്നി. പിന്നെ നീ ഇത് ആരോടെങ്കിലും പറഞ്ഞോ എന്നവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്ന അതേ നമ്പറിൽ നിന്ന് കോള് വന്നു. അതിലെ ആളുടെ ശബ്ദം കേട്ടതും പാറു ആകെ ഞെട്ടിത്തരിച്ചു പോയി നിന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിമിഷം. അവൻ കോള് കട്ട് ചെയ്ത് പാറുവിനെ നോക്കിയപ്പോൾ കണ്ടു പതർച്ചയോടെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ. നീ സംശയിക്കേണ്ട മോളെ, ഇത് നിനക്കറിയുന്ന ആള് തന്നെയാ, നിനക്ക് എന്നെ പോലെ വേണ്ടപ്പെട്ട വ്യക്തി എന്നവനൊരു പുച്ഛം കലർന്ന ചിരിയോടെ അവളോട് പറഞ്ഞു. പാറു താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാവരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ്റെ നാവിൽ നിന്ന് ഉതിർന്ന പേര് കേട്ട് അവൾ ഞെട്ടി നിന്നു. ശേഖർ. അവൻ്റെ വായിൽ നിന്ന് ആ പേര് കേട്ടതും പാറുവിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ ഒരു ആശ്രയത്തിനായി ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. നീ ആരെയായി നോക്കുന്നേ? ആരും വരില്ല. ഇനി ഞാൻ ആരോടെങ്കിലും ഇത് പറഞ്ഞ നന്ദന, നിന്റെ നന്ദു, അവളായിരിക്കും എൻ്റെ ടാർഗറ്റ്. അവളുടെ ജീവിതം അത് നിന്റെ കയ്യിലാ എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുക്കൽ വന്ന് നിന്നു. പാറുട്ടി, നീ എന്തിനാ ഏട്ടനെ പേടിക്കുന്നേ? ദേ ഈ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതല്ല, നിന്റെ ശേഖരേട്ടൻ. അവൻ വിചാരിക്കുന്ന പോലെ ആളല്ല. എത്ര സിമ്പിളായിട്ടാ അവൻ ഇതൊക്കെ എടുത്തത്. പിന്നെ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നിനക്കൊരു കാര്യം അറിയോ? നിന്റെ തള്ള ചത്തതേ നിന്റെ ശേഖരേട്ടൻ കാരണമാണ്. അത് കേട്ടതും അവൾ തറഞ്ഞുപോയി. അവൻ വീണ്ടും തുടർന്നു. നിന്റെ ഈ ഫോട്ടോ എടുക്കുന്ന നേരത്ത് അളിയന് പറ്റിയൊരു കയ്യബദ്ധം, അത് നിന്റെ അമ്മ അങ്ങ് കണ്ടു. പിന്നെ അവനല്ലേ ആള്, അവൻ വിടുമോ? പണ്ടേ നിന്റെ അമ്മയൊരു നോട്ടമുണ്ട്. കാര്യം നിന്നെ പോലൊരു മകളുണ്ടെന്ന് കണ്ടാൽ പറയില്ല. അവൻ അത് വെച്ച് ഒന്ന് അവരെ അറിഞ്ഞു. പ്രായമായവരല്ലേ, താങ്ങാൻ കഴിഞ്ഞില്ല, അതാവും അങ്ങനെ ഒരു മരണം. പക്ഷെ എനിക്ക് അവരെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അത് സാരമില്ല, എനിക്ക് എൻ്റെ പാറുമോളുണ്ടല്ലോ അല്ലേ എന്നും പറഞ്ഞ് അവൻ അവളുടെ തോളിൽ കൈയിട്ടതും അവൾക്ക് ഉറപ്പ് തോന്നിയിരുന്നു. അവനോട് ദേഷ്യവും. ചി കൈയെടുക്കട നായേ എന്നവൾ ചീറി അവൻ്റെ കൈ തട്ടി മാറ്റിയതും അവൻ അവളുടെ കരണം നോക്കിയൊന്ന് കൊടുത്തു. അടങ്ങി കിടക്കടി, നീ അധികം കിടന്ന് നെകളിക്കല്ലേ. പിന്നെ നീ ഇനി ആരെ കണ്ടിട്ടാ ഈ ഇളകി മറിയുന്നത്? ആ കണാരട്ടനെ കണ്ടിട്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നീ ഓർത്തോ, ദേ ഈ കൈകൊണ്ട് സ്വന്തം അച്ഛനെ കൊന്ന എനിക്ക് അധികം പ്രയാസമില്ല കണാരട്ടനെ തീർക്കാൻ എന്നവൻ പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളിയിരുന്നു. അവൾക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല, ഒപ്പം സങ്കടവും. ഡാ, നീയാണോ അച്ഛനെ? അപ്പോ അമ്മയും അച്ഛനും നീ കാരണം എന്നും പറഞ്ഞ് അവൾ അവന് നേരെ ചെന്നതും അടങ്ങി നിൽക്കടി, മര്യാദയ്ക്ക് നീ സഹകരിച്ച നിനക്ക് ചുറ്റുമുള്ളവർ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ തന്നെയാവും നിനക്ക് ചുറ്റുമുള്ളവർക്കും ഞാൻ നൽകുന്നത് എന്നവൻ പറഞ്ഞതും പാറു അവനെ ദയനീയമായി നോക്കി. പാറു, ഡി പാറു, ഇവളിത് എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞ നന്ദു ഇതേ സമയം അങ്ങോട്ടേക്ക് കയറി വന്നു. ഡി, നീ ഇവിടെ ആയിരുന്നോ? നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദു അവൾക്കരികിലേക്ക് വന്നു. ഡി, എന്താ പറ്റിയേ? എന്താ നിന്റെ കണ്ണൊക്കെ ആകെ കലങ്ങിയിരിക്കുന്നേ? എന്താ ഏട്ടാ ഇവൾക്ക് എന്ന് പാറുവിന്റെ കോലം കണ്ട് നന്ദു ശ്രാവണിനോടായി ചോദിച്ചു. ഒന്നുമില്ല നന്ദൂസേ, അത് പാറൂട്ടി അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞതാ എന്നവൻ അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു. എന്തോ അവൻ നന്ദുവിന്റെ ശരീരത്തിൽ തൊടുന്നതും അവളുടെ ശരീരത്തെ കണ്ണുകളെ കൊത്തി വലിക്കുന്നതും പാറുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ അവിടെ നിന്നും കൂട്ടി പാറു വെളിയിലേക്ക് ഓടി. പിന്നീട് അവൻ പറഞ്ഞത് മൂലമാണ് പാറു എല്ലാവരിൽ നിന്നും അകന്നത് എന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരഞ്ഞ് അഗ്നിയുടെ നെഞ്ചിലേക്ക് വീണു. ദേവേട്ട, അവൻ അമ്മയെയും അച്ഛനെയും, അയാൾ എൻ്റെ അമ്മയെ, സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് എൻ്റെ അമ്മ. ഇനി ഞാൻ അവരുടെ കൂടെ കിടന്നില്ലെങ്കിൽ എല്ലാവരെയും അവർ കൊല്ലും. എന്നെ അവർ കൊണ്ടുപോകും. ആ വീഡിയോ അവരുടെ കയ്യിലുണ്ട് ദേവേട്ട. എന്നെ അവർക്ക് കൊടുക്കല്ലേ ദേവേട്ട, എന്നെ കൊടുക്കല്ലേ, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് അവൾ അവനെ ഒന്നും കൂടെ വരിഞ്ഞു മുറുക്കി കരഞ്ഞു. അവൾ കരഞ്ഞു തളർന്നിരുന്നു. അത് മനസ്സിലാക്കിയ വണ്ണം അഗ്നി അവളെ താങ്ങി റൂമിൽ കൊണ്ടുപോയി കിടത്തി. അവളെ കട്ടിലിൽ കിടത്തിയിരുന്നു. പുതപ്പിച്ച് എണീക്കാൻ നിന്നതും ദേവേട്ട പോവല്ലേ, ഇവിടെ ഇരിക്കുവോ എന്ന് നിഷ്കളങ്കമായി പറയുന്ന അവളെ കണ്ട് അഗ്നിക്ക് വാത്സല്യം തോന്നി. അവൻ അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ തലോടിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞ് ഉറങ്ങിയെന്ന് കണ്ടതും അവൻ അവളിൽ നിന്നും അകന്ന് അവളുടെ നെറ്റിയിലൊരു മുത്തം കൊടുത്ത് ബാൽക്കണിയിൽ ഇറങ്ങി ആദിക്ക് ഫോൺ ചെയ്തു. എടാ, അപ്പോൾ ഇത് നമ്മൾ കരുതിയതിലും കുറച്ച് സീരിയസ് മാറ്റർ ആണല്ലേ? അതെ ആദി, അവന്മാരെ കൊണ്ട് ആ വീഡിയോ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിക്കണം. അറിയാലോ, പാറുവിൻ്റെ മാത്രമല്ല നന്ദുവിൻ്റെയും ഉണ്ട് അവരുടെ കയ്യിൽ. അതാണെങ്കിൽ ആ കുട്ടിയോട് ഇവർ ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തോ അതുകൂടെ കേട്ടതും ആദിക്ക് അവരെ പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നി.
അതെ, പക്ഷെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ അത് കുഴപ്പമാവും. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം എന്ത് തീരുമാനവും എടുക്കാൻ. എനിക്ക് മനസ്സിലായി ആദി. പക്ഷെ എന്തോടാ, അവളുടെ അമ്മയോട് ആ പരനാറ് ചെയ്തത് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ലടാ. എനിക്കും മനസ്സിലാവും. പാറു, അവൾ എന്നിട്ട് എവിടെടാ? ആദി ചോദിച്ചു. ഉറങ്ങി ആദി, പാവം ഒരുപാട് കരഞ്ഞു. എടാ, ഞാനിന്ന് അവിടെ എത്താൻ കുറച്ച് താമസിച്ചിരുന്നുവെങ്കിൽ അവന്മാരെൻ്റെ പെണ്ണിനെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ഡാ, എന്താടാ പറഞ്ഞത്? എൻ്റെ പെണ്ണോ? അത് എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ആദി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അഗ്നിക്ക് ദേഷ്യം വന്നു. ഓ അതോ, അതിനിപ്പോൾ എന്താ? ഷീ ഈസ് മൈ വൈഫ്, സോ അവൾ എൻ്റെ പെണ്ണ് തന്നെയല്ലേ? എന്തോ അഗ്നി ഈ സമയം അത്രയും ചുണ്ടിലൊരു പുഞ്ചിരിയിടം നേടിയിരുന്നു. ഈ ഹസ്ബൻഡ് തന്നെയാണ് ആ പാവം പിടിച്ച വൈഫിനെ ടോർച്ചർ ചെയ്തിരുന്നത്, അത് നീ മറക്കരുത് എന്ന് ആദി പറഞ്ഞതും അഗ്നിക്കെന്തോ ഹൃദയത്തിൽ വേദന കൊണ്ടു. എന്ത് ടോർച്ചർ? നിനക്കറിയുന്നതല്ലേ, ഷീ ഈസ് ജസ്റ്റ് മൈ വൈഫ്, ദാറ്റ് ടു വിത്ത് കോൺട്രാക്ട് മാരേജ്, സോ ഈ വക സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതും പറഞ്ഞവൻ ഫോൺ വെച്ച് പുറകിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട പാറുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞിരുന്നു. അവൻ അവളെ നോക്കാതെ റൂമിലേക്ക് പോയി. ഷേ, ഞാൻ എന്തിനാ ഈ സങ്കടപ്പെടുന്നത്? അല്ലെങ്കിലും സാർ ആദ്യമേ പറഞ്ഞതാ ഇത് വെറും കോൺട്രാക്ട് മാരേജ് ആണ് എന്ന്. എന്നാലും അത് കേട്ടപ്പോൾ എവിടെയോ ഒരു സങ്കടം. അപ്പോൾ കൊച്ച് എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിലും ആവശ്യമുള്ളത് കേൾക്കൂല, എന്നിട്ട് കിടന്ന് മൂങ്ങും. അവൾ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവൻ കിടന്നിരുന്നു. അവൾക്ക് അവിടെ അവൻ്റെ കൂടെ കട്ടിലിൽ കിടക്കാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ ഇത്രയും നേരം അവനെ കെട്ടിപ്പിടിച്ച് കിടന്ന മുതല. റൂമിൽ മുഴുവൻ കണ്ണോടിച്ചപ്പോൾ അവിടെ ഒരു സോഫ കണ്ടു. അവൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടെ കയറി കിടന്നങ്ങ് ഉറങ്ങി. അല്ലെങ്കിലും ഇനി എന്ത് ആലോചിക്കാനാ? കണ്ണിൽ വെളിച്ചം തട്ടിയപ്പോൾ പാറു ഒന്ന് കണ്ണിച്ചുമ്മി തുറന്നു. പ്രകാശം കണ്ണിലേക്ക് അടിച്ചതും അവൾ പുറം കൈകൊണ്ട് കണ്ണ് മറച്ചൊന്ന് മൂരി നിവർന്ന് ചുറ്റിനൊന്ന് വീക്ഷിച്ചു. അയ്യോ, ഞാനിത് എവിടെയാ എന്ന് പറഞ്ഞ് അവൾ കട്ടിൽ ചാടിക്കയറി നിന്നു. അവളുടെ ദേഹത്തു നിന്നും പുതപ്പ് കട്ടിലേക്ക് വീണപ്പോഴാണ് അവൾ തൻ്റെ വേഷം നോക്കുന്നത്. അയ്യോ, ഇതാര് ഷർട്ടാ? പെട്ടെന്നാണ് കുട്ടിക്ക് ഇന്നലത്തെ സംഭവങ്ങൾ കത്തിയത്. അല്ല, ഞാൻ ഇന്നലെ സോഫയിലല്ലേ കിടന്നേ, പിന്നെ ഞാൻ എങ്ങനെയാ കട്ടിലിൽ എന്നും ആലോചിച്ച് കട്ടിൽ നിന്നു. ഡി, നീ എന്താടി കുരങ്ങൻ കുഞ്ഞോ? കട്ടിൽ നിന്ന് താഴെ ഇറങ്ങടി എന്ന് അഗ്നി കാറിയതും നമ്മുടെ പാറു വളരെ അനുസരണയോടെ താഴേക്ക് ലാൻഡി. ബട്ട് അതുവഴി മാറി അഗ്നിയുടെ നെഞ്ചത്തോട്ട് തന്നെ കൃത്യമായി വീണിരുന്നു.